നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. ബുബുവേഴ്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ കുറേ പേര് ബുബുവേഴ്സിൻ്റെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ ഡൗട്ട്സൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും കിട്ടിയ വിവരങ്ങൾക്കനുസരിച്ചും അതേപോലെ തന്നെ അവരുടെ മോഡ്സ് നമ്മളുമായിട്ട് പങ്കുവച്ച വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ്. സോ അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു വരാം. പഴയതും പുതിയതുമായിട്ടുള്ള അപ്ഡേറ്റുകളും പഴയ കാര്യങ്ങളിൽ തന്നെ പലർക്കും പല ഡൗട്ട്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്കിവിടെ പറയാനുള്ളത് സ്റ്റാർലൈറ്റ് എനർജിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, സ്റ്റാർലൈറ്റ് എനർജി ആണോ എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിക്കുക, അതല്ലെങ്കിൽ സ്റ്റാർലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്തിട്ടാണോ നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിക്കുക എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർലൈറ്റ് എനർജി അല്ല നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇനി സ്റ്റാർലൈറ്റ് എനർജി എന്ന് നിങ്ങൾക്ക് തോന്നാം. സ്റ്റാർലൈറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ എനർജിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ലെവൽസ് അപ്പാക്കുന്നതായിരിക്കും. ഇനി ലെവൽസ് അപ്പാക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഇപ്പം നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ ഈ ലെവൽസിനനുസരിച്ചിട്ടുള്ള എയർ ഡ്രോപ്സ് ഒക്കെ കൊടുത്തേക്കാം. അവർ നേരത്തെ എക്സ്ട്രാ ബ്ലൈൻഡ് ബോക്സ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ ലെവൽസിനനുസരിച്ചിട്ട്. അപ്പം അതുപോലെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ലെവൽസിനനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. അതൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. പിന്നെ സ്റ്റാർലൈറ്റ് എനർജി കൊണ്ടുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജെനസിസ് ബ്ലൈൻഡ് ബോക്സ് നേടാനായിട്ട് ഒരു റാഫിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്പിന്ന് പോലെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അത് സ്പിൻ ചെയ്തിട്ട് നമുക്ക് റിവാർഡ്സ് ഒക്കെ നേടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാർലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു റാഫിൾ അല്ലെങ്കിൽ സ്പിൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ യൂസ്, സ്റ്റാർലൈറ്റ് എനർജിയുടെ മെയിൻ ഉപയോഗം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽഡിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഗിൽഡിൽ ലെവലപ്പ് ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റാർലൈറ്റ് എനർജി നമ്മളെ സഹായിക്കും. അപ്പം ഗിൽഡ് എന്താണെന്ന് അറിയണ്ടേ? ഗിൽഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോലെയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ കളിക്കത്തില്ലായിരുന്നു. അതിലെ ക്ലാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് 50 പ്ലെയേഴ്സ് ഉൾപ്പെടുന്നതായിരിക്കും ഒരു ക്ലാൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ലെവൽസിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാൻസ് അപ്ഗ്രേഡ് ചെയ്യാനും ക്ലാൻ്റെ ലെവലിനനുസരിച്ചിട്ട് എക്സ്ട്രാ റിവാർഡ്സ് ഒക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഗിൽഡും. ഒരു ഗിൽഡിൽ ഏതാണ്ട് 100 പേരാണ് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗിൽഡിൽ നിങ്ങളുടെ സ്റ്റാർലൈറ്റ് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 2 മില്യൺ സ്റ്റാർലൈറ്റ് എനർജി നമ്മൾ കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള XP ഈ ഒരു ഗിൽഡിന് ലെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ NFTസും നിങ്ങൾക്ക് ഈ ഒരു ഗിൽഡിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് XP ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഗിൽഡിൻ്റെ ലെവലപ്പ് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി എന്തിനാണ് നമ്മൾ ഗിൽഡിൽ ജോയിൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെവൽസ് ഒക്കെ കൂട്ടിയിട്ട് എന്താ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗിൽഡിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് സ്റ്റാർലൈറ്റ് ഷാർട്ട്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഷാർട്ട്സ് ആണ് നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് ഇവിടെ കിട്ടുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. TG സമയത്ത് STC കോയിനായിട്ട് കൺവേർട്ട് ആയിട്ടായിരിക്കും ഈ ഒരു ഷാർട്ട്സ് നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിക്കാം. ഈ ഒരു ഷാർട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിൽഡിൽ ജോയിൻ ചെയ്യുന്നതും അതിനകത്ത് ക്യാമ്പയിൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടതെന്നും എങ്ങനെ ഇതിലൂടെ നമുക്ക് ഷാർട്ട്സ് നേടാമെന്നും ഉള്ള കാര്യത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഗിൽഡിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗിൽഡ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ഗിൽഡുകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ലെവൽ 3ക്ക് മുകളിൽ വരുന്ന ടോപ്പ് ലെവൽസിൽ ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു ഗിൽഡിൽ വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്. സോ ഞാൻ ലെവൽ 3ക്ക് മുകളിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ റീസൺ ഉണ്ട്, ഞാൻ പറയാം. അപ്പം നമ്മൾ ഗിൽഡിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പം അവിടെ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി സ്റ്റാർലൈറ്റ് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ NFT കോൺട്രിബ്യൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നതായിരിക്കും. സോ ഡെയിലി ക്യാപ്പ് 2 മില്യൺ ആണ്. അതുകൊണ്ട് തന്നെ 2 മില്യൺ വെച്ച് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60 അതായത് 60 XP ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. ആ XP ഗിൽഡിൻ്റെ ലെവൽ അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ അവിടെ എത്ര ലെവലുണ്ടോ അതിൽ
എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം ഇതേപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഗിൽഡിൻ്റെ ലെവലപ്പ് ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഗിൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിൽഡിൻ്റെ ലെവലപ്പ് ആവാൻ നിങ്ങൾ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹായം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഡർ നിങ്ങൾ ഇതിൽ നിന്ന് കിക്ക് ചെയ്ത് കളയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കണം. ഇനി നിങ്ങൾ ലെവൽ 2 ഗിൽഡിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഡെയിലി ചെക്കിൻ എനേബിൾ ആയിട്ട് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡെയിലി ചെക്കിനിലൂടെ നമുക്ക് 10 സ്റ്റാർലൈറ്റ് ഷാർട്ട്സ് ആണ് ഡെയിലി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് ലെവൽ 2 ഗിൽഡിലാണ് ഇത് എനേബിൾ ആവുക. സോ ലെവൽ 1-ലുള്ളതൊന്നും ഇങ്ങനൊരു ഡെയിലി ചെക്കിൻ ഉണ്ടാവില്ല. ഇനി ലെവൽ 2 കഴിഞ്ഞ് ലെവൽ 3-ലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പ്ലാനറ്റ് ഹണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ എനേബിൾ ആവുന്നതായിരിക്കും. അത് ലെവൽ 3+ ഗിൽഡുകളിലാണ് അത് ലഭിക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനറ്റ് ഹണ്ടിലൂടെ നിങ്ങൾക്ക് വീക്ക്ലി നിങ്ങൾക്ക് ഷാർട്ട്സ് ലഭിക്കുന്നതായിരിക്കും. ഏതാണ്ട് 400+ ഷാർട്ട്സ് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുക. അപ്പോൾ പ്ലാനറ്റ് ഹണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെവൽ 3+ ആയിട്ടുള്ള ഏതെങ്കിലും ഗിൽഡിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലെവൽ 3 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതെങ്കിലും ഗിൽഡിൽ വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ടെന്ന് ഞാൻ എടുത്തു പറയാനുള്ള റീസൺ അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെക്കിനും ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഈ ഒരു പ്ലാനറ്റ് ഹണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പ്ലാനറ്റ് ഹണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗിൽഡ് റിസോഴ്സസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു ഗിൽഡ് റിസോഴ്സസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർസെല്ലാർ ഷിപ്പും അതേപോലെ തന്നെ സ്പേസ് സ്റ്റേഷനും നിങ്ങൾക്ക് ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് എന്താണെന്നൊന്നും ഇപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ അവരിനി റിവീൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കാം. സോ പുതിയ അപ്ഡേറ്റ് സോ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് മാത്രം പോരാ, നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും വേണം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇനി ഗിൽഡിനെ പറ്റി ഇവിടെ പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് പുതുതായിട്ട് വന്നൊരു അപ്ഡേറ്റ് നോക്കാം. അതാണ് ലോഞ്ച് പാഡ്. സോ ഇവരുടെ ഒരു ലോഞ്ച് പാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ജെനസിസ് ബ്ലൈൻഡ് ബോക്സ് ലഭിക്കുന്നത് ഡെയിലി ടാസ്കിലൂടെയും അതേപോലെ തന്നെ റാഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്പിന്നൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണ്ട് 0.6003 സോൾ വെച്ചിട്ട് നമുക്ക് ഒരു ബോക്സ് മിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തിനാണ് മിൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ പുതിയൊരു ബ്ലൈൻഡ് ബോക്സ് സീരീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് കൊണ്ടുവരുമ്പോൾ മാജിക് ഏതൻ മാർക്കറ്റ് പ്ലേസിലൂടെ നിങ്ങൾക്കിത് മിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ജെനസിസ് സീരീസ് ബോക്സ് മിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ മിൻറ്റ് ചെയ്യുന്നതിൻ്റെ 50% നിങ്ങൾക്ക് പുതിയ സീരീസ് വരുമ്പോൾ എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എത്ര ബോക്സസ് ആണോ നമ്മൾ മിൻറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എത്ര ബോക്സ് മിൻറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 4 എണ്ണം മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 എണ്ണം ഈ ഒരു പുതിയ സീരീസിൻ്റെ എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിക്കും. ഇനി 100 ആണെങ്കിൽ 50 എണ്ണം ആയിരിക്കും ലഭിക്കുക. ഇങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ എയർ ഡ്രോപ്പ് ലഭിക്കുക. പിന്നെ ഇതിന് വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോളിൽ കൂടുതൽ നമ്മൾ ബോക്സസ് മിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ ജെനസിസ് OG റോള് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം 1000+ സ്റ്റാർലൈറ്റ് ഷാർട്ട്സും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ മിൻറ്റ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് TG സമയത്ത് ഒരു പ്രോത്സാഹന സമ്മാനം എന്നൊക്കെ രീതിയിലൊരു STC എയർ ഡ്രോപ്പ് റിവാർഡായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്തിനാണ് ഈ ഒരു പുതിയ NFT സീരീസ് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ പഴയ NFT സീരീസിലൂടെ നമുക്ക് എന്തായിരുന്നു ലഭിക്കുക? സ്റ്റാർലൈറ്റ് എനർജി ആയിരുന്നു നമുക്ക് ഇതിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അത് സ്റ്റേക്ക് ചെയ്തിട്ടായിരുന്നു നമുക്ക് സ്റ്റാർലൈറ്റ് എനർജി നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു പുതിയ NFT കൊണ്ട് സ്റ്റാർലൈറ്റ് എനർജി ഷാർട്ട്സ് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അതായത് പുതിയ NFT സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർലൈറ്റ് എനർജി ഷാർട്ട്സ് മൈൻ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു പുതിയ NFTയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വെച്ച് കൂടുതൽ ഷാർട്ട്സ് നിങ്ങൾക്ക് നേടാനും സാധിക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ലോഞ്ച് പാഡിനെ കുറിച്ച് പറയാനായിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഷാർട്സ് ആണ്. അപ്പോൾ ഈ ഷാർട്സിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അതിലേക്ക് വേണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഷാർട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഗിൽഡിൽ ജോയിൻ ചെയ്യുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ലോഞ്ച് പാഡിൽ നിങ്ങൾ മിൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇവരുടെ ജെനസിസ് സീരീസ് മിൻറ്റ് ചെയ്യുകയും വേണം. സോ നിങ്ങളുടെ നല്ല രീതിയിലുള്ള എമൗണ്ട് മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സീരീസ് മിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമ്മുടെ മെയിൻ ഉദ്ദേശം ഷാർട്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതാണ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നാളൂടെ കാണും. അതായത് ഇതിൻ്റെ NFT ഇനി വരണം, അതേപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ കുറേ ഇനി വരാൻ കിടപ്പുണ്ട്. അത്രയും സമയം നമുക്കുണ്ട് ഈ ഒരു ഷാർട്സ് കളക്ട് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ മാക്സിമം നല്ല രീതിയിലുള്ള ഷാർട്സ് കളക്ട് ചെയ്യുക. അപ്പം TG സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഏതാണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അതിലൂടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വരെ